നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് നിലമ്പൂരിൽ നിന്ന് കൊട്ടിക്കലാശം നടക്കാനൊരുങ്ങുകയാണ്. നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടക്കുക. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുന്നണികൾക്കായി പോലീസ് വേർതിരിച്ച് നൽകിയിട്ടുണ്ട്. നിലമ്പൂർ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 7 ഡിവൈഎസ്പിമാർ, 21 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ മൊത്തം 773 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6 മണിയോടെയാണ് കൊട്ടിക്കലാശം സമാപിക്കുക. എന്നാൽ പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം ആവേശമേറിയ കൊട്ടിക്കലാശത്തിന് തയ്യാറെടുക്കുമ്പോൾ നിലമ്പൂർ മുൻ MLA-യും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവർ കൊട്ടിക്കലാശത്തിന് ഉണ്ടായേക്കില്ല. സമയം അമൂല്യമായതിനാൽ കൊട്ടിക്കലാശത്തിന്റെ സമയം കൂടി വീടുകൾ കയറി പ്രചാരണം നടത്താനാണ് അൻവറിന്റെ പദ്ധതി. പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം കൂടി പരിഗണിച്ചാണ് കലാശക്കൊട്ട് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അൻവർ അറിയിച്ചു. കൊട്ടിക്കലാശം ഇന്ന് അവസാനിക്കുന്നതോടെ നാളെ നിശബ്ദ പ്രചാരണമാണ്. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 23-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുന്നത്. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉയർത്തിയാണ് LDF പ്രചാരണം കടുപ്പിക്കുന്നതെങ്കിൽ സർക്കാരിന്റേത് ജനവിരുദ്ധ നയങ്ങളാണെന്ന് പറഞ്ഞാണ് UDFന്റെ പ്രചാരണം.